ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ കരകുളത്തെ വീട്ടിൽ നിന്നാണ് SIT കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളുമായി ബന്ധപ്പെട്ട് 2025 ദ്വാരപാലക ശില്പപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി മോടി പിടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഇനി നടക്കും. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന അന്നത്തെ ദേവസ്വം വകുപ്പുമായി ബന്ധപ്പെട്ട അംഗങ്ങളെയും പോലീസ്, അതായത് SIT കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കേസിൽ കൂടുതൽ വഴിത്തിരിവായത് ഹൈക്കോടതി നിരീക്ഷണമാണ്. PS പ്രശാന്തിനെ പ്രതി ചേർക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് അന്നാണ് ഉണ്ടായത്. ഹൈക്കോടതിയിൽ നിന്ന് അത് നിരീക്ഷണം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കൃത്യമായ ഒരു അന്വേഷണം SIT നടത്തി വരികയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് അല്പം മുമ്പ് തന്നെ PS പ്രശാന്ത് ഇന്ന് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കുറ്റവാളി എന്നടക്കം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം രാഷ്ട്രീയ പ്രേരിതമായ ഒരു നടപടിയാണ് SIT സ്വീകരിക്കുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നുണ്ട്. അതിൽ വ്യക്തമാക്കുന്നത് താൻ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നടപടിയെടുത്തത്. അതിനപ്പുറത്തേക്ക് തൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് ഈ പോസ്റ്റിലൂടെ പങ്കുവയ്ക്കുന്നത്. അതായത് ഈ കസ്റ്റഡിയിലെടുക്കുന്ന വിവരങ്ങൾ നേരത്തെ തന്നെ അദ്ദേഹം കണക്കുകൂട്ടിയിരുന്നു. അദ്ദേഹത്തിന് വിവരം ലഭിച്ചതായി വ്യക്തമാക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നൽകേണ്ട മൊഴിയുടെ പകർപ്പ് പോലെയാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാര്യം അവതരിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. 2025 ദ്വാരപാലക ശില്പപ്പാളികൾ മോടി പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടത്തിയതിൽ വലിയ ക്രമക്കേട് നടത്തിയതായും ക്രിമിനൽ ഗൂഢാലോചന അടക്കം ഉണ്ടായതായാണ് SITയുടെ വിലയിരുത്തൽ. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയുടെ ഭാഗമാണ് SITയുടെ ഈ കസ്റ്റഡിയിലെടുത്ത ഒരു തീരുമാനം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.